ഞാൻ വരുന്നതും കാത്ത് വഴിയിലിങ്ങ് കാത്ത് പൊടിവീശ മുളയ്ക്കണ കാലം ഒരു മാറ്റവുമില്ല, ആ പഴയ പവളക്കാര് തന്നെ. ഹലോ, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ വീണ്ടും ഒരു പൊട്ടിത്തെറിയോ? അതെ കൂട്ടുകാരെ, ഇത്തവണ കാരണക്കാരി നമ്മുടെ ലച്ചു ആട്ടോ. ലച്ചു അങ്ങനെ ചെയ്യാവോ? നിങ്ങൾ പറയണേ. എന്തായാലും നമ്മുടെ ലച്ചു പഴയകാല പ്രണയകഥ നമ്മുടെ സിദ്ധുവിനോടും കേശുവിനോടും എല്ലാവരോടും പറയുകയാണ്. താൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ ഭയങ്കരമായിട്ട് പ്രണയിച്ചിരുന്ന ഒരു സമയം അത് നമ്മുടെ ലച്ചു വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ ചെക്കൻ വഴിയിൽ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുവാട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ സിദ്ധുവിന് ഇങ്ങനെ കാലി തുള്ളി വരുന്നുണ്ട്. അവക്കടെ ഒരു പ്രേമം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സിദ്ധു ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ ലച്ചുവിന് ഒരു ആഗ്രഹം, ആ ചെറുക്കനെ, ആ പൊടിമീശ മുളച്ചപ്പോ പ്രണയിച്ച ചെക്കനെ വീണ്ടും ഒരു വട്ടം കൂടി കാണണോ അത്രേ. നമ്മുടെ പാവം സിദ്ധു നമ്മുടെ ലച്ചുവിന്റെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന പാവം നമ്മുടെ സിദ്ധു ആ ചെക്കനെ തപ്പി തേടി കണ്ടുപിടിച്ച് വീണ്ടും നമ്മുടെ ലച്ചുവിന് മുന്നിൽ എത്തിക്കുക. അപ്പൊ ആ ചെറുക്കൻ നമ്മുടെ ലച്ചുവിനെ അടിമുടി നോക്കിയിട്ട് പറയുക, ലച്ചു ഇപ്പോഴും ആ പണ്ടത്തെ പാവാടക്കാരി തന്നെ എന്ന്. അപ്പത്തേക്ക് നമ്മുടെ സിദ്ധുവിന് കലി ഇളകിയിട്ട് ആ ചെറുക്കനെ ഓടിച്ചു വിട്ടിട്ട് നമ്മുടെ ലച്ചുവിനെ എടി ലച്ചു എന്നും പറഞ്ഞിങ്ങനെ പുറകെ ദേഷ്യപ്പെട്ടു പോകുന്നൊരു രംഗങ്ങളാട്ടോ കൂട്ടുകാർ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡാട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി signing off.